സമ്മേളന അധ്യക്ഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രിയങ്കരനായ MLA മൂവാറ്റുപുഴയുടെ അഭിമാനം പ്രിയപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ ഈ സമരാഗ്നി ജാഥ നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട KPCCയുടെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ K സുധാകരൻ MP അവറുകൾ, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ MLA അവറുകൾ, ഈ വേദിയിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെയും എല്ലാം ആദരണീയരായ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒട്ടും ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, അതിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന മൂവാറ്റുപുഴയിലെ ജനാവലിയുടെ നാമത്തിൽ വളരെ ആദരവോടുകൂടി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് ഈ പോരാട്ടം? ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ നിലനിർത്താനുള്ളതാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ഇന്ത്യ എന്നാണ്. ടു സേവ് ദ സോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്, ഇന്ത്യയുടെ മതേതരത്വമാണ്. ഇന്ത്യൻ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളാണ് മാധ്യമ സ്വാതന്ത്ര്യമാണ്. ഈ അവകാശങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് ആണെങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി, കഴിഞ്ഞ 7.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ, ഈ മൂല്യങ്ങളെ നശിപ്പിക്കാനുള്ള ഈ 2 ഗവൺമെന്റുകളുടെയും പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം, കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്. ആദരണീയരായ നേതാക്കൾ കൂടുതൽ എല്ലാ വിശദാംശങ്ങളും നിങ്ങളോട് സംസാരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ജാഥയ്ക്ക് ഞാൻ എല്ലാവിധത്തിലുമുള്ള അഭിനന്ദനവും വിജയവും ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനുണ്ടാകണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF രംഗത്തിറക്കുന്ന UDFന്റെ സാരഥികളായി കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന എല്ലാവരെയും വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദനങ്ങളോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതം ജയിക്കട്ടെ.